അഭിലാൽ കൂടി ചേരുന്നുണ്ട്. അഭിലാൽ, എന്തായാലും ആ മത്സര നിമിഷങ്ങൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ആവേശപൂർവ്വമാണ് എല്ലാവരും പങ്കെടുക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഒപ്പം തന്നെ ഒരു കായിക മത്സരത്തിൻ്റെ എല്ലാവിധ ആവേശവും ഏറ്റവും കൊടുമുടിയിലേക്ക് എത്തുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മൾ ആറന്മുളയിൽ കാണാൻ പോകുന്നത്. എങ്ങനെയാണ്, ഏതൊക്കെ കരകൾ തമ്മിലാണ് കൊണ്ടുപിടിച്ച മത്സരം? ദിവിഷ് പത്തനംതിട്ടക്കാരനായിട്ടുള്ള ആറന്മുള വള്ളംകളി ഏറെ സ്നേഹിക്കുന്ന ഇപ്പോൾ അഭിലാൽ ഓരോ ഹൈറ്റ്സിലും ആരൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബി ബാച്ചിൽ ആരൊക്കെയാണ് അഭിലാലെ? ഈ ബാച്ചിൽ ആദ്യം വരുന്നത് മേപ്രം തൈമറവുങ്കരയാണ്. പിന്നെ കോടിയാട്ടുകര, ഇടപ്പാവൂർ എന്നീ 3 പള്ളിയോടങ്ങളാണ് ഒന്നാം ഹിറ്റ്സിൽ എത്തിച്ചേരുന്നത്. അതിൽ ട്രാക്ക് 1-ലാണ് മേപ്രം തൈമറവുങ്കര ഉള്ളത്. രണ്ടാമത്തെ ട്രാക്കിൽ കോടിയാട്ടുകര എത്തും. മൂന്നാമത്തെ ട്രാക്കിലാണ് ഇടപ്പാവൂരിന്റെ സ്ഥാനം. രണ്ടാമത്തെ ഹിറ്റ്സ് ആയിരിക്കും പിന്നീട് എത്തുക. അതിൽ മുതവഴി നേരത്തെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ പിന്മാറി. അത് അവർക്ക് കഴിഞ്ഞ ചെങ്ങന്നൂർ ചതയം വള്ളംകളിയിൽ വള്ളം മറിഞ്ഞ് വള്ളത്തിൽ നിന്ന് വീണ് തൊഴിച്ചിലുകാരൻ ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്ന് അടുത്ത 1 വർഷ കാലയളവിലേക്ക് മത്സരങ്ങളിൽ ഏതിലും പങ്കെടുക്കേണ്ടതില്ല എന്നവർ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുതവഴി പിന്മാറിയിട്ടുള്ളത്. പിന്നീടുള്ളത് പുതുക്കുളങ്ങരയും പൂവത്തൂർ കിഴക്കുമാണ്. മൂന്നാമത്തെ ഹീറ്റ്സായി എത്തുന്നത് തോട്ടപ്പുഴശ്ശേരിയാണ്. അതിൽ തന്നെ ഒന്നാമത്തെ ട്രാക്കിലാണ് തോട്ടപ്പുഴശ്ശേരി എത്തുക. രണ്ടാമത്തെ ട്രാക്കിൽ വൻമഴി എത്തും. മൂന്നാമത്തെ ട്രാക്കിൽ മംഗലവും വന്നു ചേരും. പിന്നീട് 4ാമത്തെ ഹീറ്റ്സിൽ ആറാട്ടുപുഴയുണ്ട്, എടക്കുളമുണ്ട്, ചെന്നിത്തലയുണ്ട്, പുല്ലുപ്രമുണ്ട്. ഈ 4 പള്ളിയോടങ്ങളാണ് 4ാമത്തെ ഹീറ്റ്സിൽ എത്തുക. 5ാമത്തെ ഹീറ്റ്സോടുകൂടി ബി ബാച്ചിന്റെ മത്സരം പൂർത്തിയാകും. ആദ്യഘട്ട മത്സരം പൂർത്തിയാകും. അതിൽ 5ാമത്തെ ഹീറ്റ്സിൽ 1-ാം ട്രാക്കിൽ എത്തുന്നത് കോറ്റാത്തൂർ കൈതകൊടിയാണ്. 2ാമത്തെ ട്രാക്കിൽ കീക്കോഴൂർ വയലത്തല വരുന്നുണ്ട്. 3ാമത്തെ ട്രാക്കിൽ കടപ്ര വരുന്നുണ്ട്. 4ാമത്തെ ട്രാക്കിൽ മുൻപ് നിശ്ചയിച്ചിരുന്നത് റാന്നിയാണെങ്കിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അവർ മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ 5 ഹീറ്റ്സുകളോടുകൂടി ബി ബാച്ചിന്റെ ആദ്യഘട്ട മത്സരം പൂർത്തിയാകും. പിന്നീട് എ ബാച്ച് മത്സരം വരും. തീർച്ചയായും ബി ബാച്ച് വള്ളങ്ങളുടെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ആവേശത്തോടു കൂടി ഓരോ വള്ളംകളി തുഴച്ചിൽക്കാരും ആ പള്ളിയോടങ്ങൾ എന്ന് പറയുമ്പോൾ പാർത്ഥസാരഥി ഓരോ അണുവിലുമുള്ള ഒരു ഓണങ്ങളാണ്, ഭഗവാന്റെ ഓണങ്ങളാണ് പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പാർത്ഥസാരഥിയുടെ ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ആറന്മുളയിൽ വള്ളംകളി തുഴച്ചിലായി എത്തുന്നത്. 52 കരക്കാരും. അതുകൊണ്ട് തന്നെ ആ പാർത്ഥസാരഥിയെ വെച്ചുകൊണ്ട് തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി ഉള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ഭക്തിയോടുകൂടി കാത്തിരിക്കുന്ന, വ്രതമെടുത്ത് കാത്തിരിക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഫിനിഷിംഗ് പോയിന്റിലാണുള്ളത്. എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ അമരം ഇങ്ങനെ പൊങ്ങി നിന്ന് കുറേയേറെ വള്ളങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എത്ര നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്നറിയാം. ഈ ഒരു കാഴ്ച ഈ പമ്പയാറ്റിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഉയർന്നു നിന്ന് നെഹ്റു ട്രോഫി വള്ളംകളി മറ്റൊരു ഒരു കാഴ്ചയാണെങ്കിൽ ഇത് ഏറ്റവും ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വള്ളംകളിയാണ്. ആചാര പെരുമയുള്ള വള്ളംകളിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച വള്ളംകളിയാണ്. മങ്ങാട്ട് ഭട്ടതിരിയുടെ തിരുവോണത്തോടിയുമായുള്ള യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമുണ്ട്, ഐതിഹ്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു വള്ളംകളിയാണ്. പമ്പയുടെ ഇരുകരകളിലും ആർപ്പ് വിളിച്ച് വഞ്ചിപ്പാട്ട് പാടി കൊണ്ട് ഓരോ ആൾക്കാരും കൃഷ്ണസ്തുതികൾ പാടി, വിഷ്ണുസ്തുതികൾ പാടിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. ഓണത്തിന്റെ സമാപനമാണ് എന്ന് എങ്കിൽ പോലും ഇവിടുത്തെ ആൾക്കാർക്ക്, ആറന്മുളക്കാർക്ക്, ആറന്മുള വള്ളംകളിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, അതിനെ ഒരു നെഞ്ചിലേറ്റുന്ന ആൾക്കാർക്ക് തന്നെ ഇത് ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. ഇത് തിരുവോണത്തിന് സമാനമായ ദിവസമാണ്. ഇനി അവരുടെ ആഗ്രഹം ആ ട്രാക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് ആ വെള്ളക്കൊടിയുമായി ആ സ്പീഡ് ബോട്ടിൽ 3-4 ട്രാക്കുകളും ക്ലിയർ ചെയ്ത് ആ സ്പീഡ് ബോട്ട് വരിക. അതിനുശേഷം പച്ചക്കൊടിയുമായി തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ആ സ്പീഡ് ബോട്ടുകൾ പോകുന്നതോടുകൂടിയാണ് ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഒരു ആവേശമാവുക. അതായത് ബി ബാച്ചിലെ വള്ളങ്ങൾ ആദ്യ ഒരു 5 ഹീറ്റ്സിലായി വരും. അതിൽ 15 വള്ളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മുതുവഴി തവണ മത്സരിക്കുന്നില്ല. അത് നേരത്തെ അഭിലാൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ ചെന്നിത്തല ജലോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ വള്ളം മറിഞ്ഞുമായി ബന്ധപ്പെട്ട് വിഷ്ണുദാസ് എന്ന് പറയുന്ന ഒരു തുഴച്ചിൽക്കാരൻ, അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരു സുഹൃത്ത് മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇത്തവണ ഒരു വള്ളങ്ങളിലും പങ്കെടുക്കുന്നില്ല. പക്ഷേ വള്ളങ്ങളിൽ പങ്കെടുക്കുന്നില്ല, മത്സരിക്കുന്നില്ല എങ്കിൽ പോലും തിരുവാറന്മുളയപ്പന് മുന്നിൽ വന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ ആ തോണിയുമായി മുതുവഴി തോണിയുമായി എത്തി ഒരു തൊടികൈകളോടുകൂടി നിൽക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് ജലഘോഷ
ജലഘോഷയാത്രയിൽ പങ്കെടുക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മുതോഴി പള്ളിയോടം ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. രണ്ടാമത് പങ്കെടുക്കാത്ത ഒരു വള്ളം റാന്നി എന്നുള്ള പള്ളിയോടമാണ്. അത് സാങ്കേതിക കാരണങ്ങളാൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 13 വള്ളങ്ങളായിരിക്കും, പള്ളിയോടങ്ങളായിരിക്കും ഹിറ്റ്സ് മത്സരങ്ങളിൽ മത്സരിക്കുക. മേപ്രം തൈമറവുംകര ഒന്നാമത്, രണ്ടാമത് കോടിയാറ്റുകര, മൂന്നാമത് ഇടപ്പാവൂർ. ഇവർ തമ്മിലുള്ള ആദ്യ ഹീറ്റ്സ് തന്നെ വളരെ വാശിയോടുകൂടിയുള്ളതായിരിക്കും. വേഗത്തിൽ തിരികെ എത്താം. ആവേശത്തിന്റെ കാഴ്ചകളിലേക്ക് ഒരു നിമിഷം പോലും വൈകാതെ മടങ്ങി വരാം.